കണ്ടിന്യൂറ്റിയുടെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കണം. അല്ല, ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാം ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 0 ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. രണ്ട് ഡെഫിനേഷൻസ് ആണ് ഈ ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ഫംഗ്ഷനെ മോഡുലസ് സൈൻ മാറ്റി ഒന്ന് റീഡെഫിനിഷൻ കൊടുക്കണം. മോഡുലസ് എക്സിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. Modulus of x is equal to minus x if x is less than 0 and modulus of x is equal to x if x is greater than 0. ആ ഡെഫിനിഷൻ ഉപയോഗിച്ചാൽ ആദ്യത്തെ എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ ആ മോഡുലസ് ഓഫ് എക്സ് ബിക്കംസ് മൈനസ് എക്സ്. അപ്പോൾ മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് അതിൻ്റെ വാല്യൂ 1 ആണ്, സോറി മൈനസ് 1 ആണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ 0ക്ക് ആക്ച്വലി ഈ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ മൈനസ് 1 ആണ്. എക്സ് ഈക്വൽ ടു 0ക്ക് 0 തന്നിട്ടുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് ആവും. സോ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ ഡെഫിനിഷൻ രണ്ട് ഡെഫിനിഷൻസ് ഒറിജിനലി ഉണ്ടായിരുന്നത് നമ്മളത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി 3 ഡെഫിനിഷൻസ് ആക്കി മാറ്റി. എക്സ് ലെസ് ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് ഈക്വൽ ടു 0. ഇനി ഓരോ പോയിന്റ് ആയിട്ട് എടുക്കാം. -1 ആണ് നമ്മുടെ ബ്രേക്കിംഗ് പോയിന്റ്. 0 ആണ് നമ്മുടെ ബ്രേക്കിംഗ് പോയിന്റ്. അപ്പോൾ 0ക്ക് താഴെ ഡെഫിനിഷൻ -1 ആണ്. അതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. സോ കണ്ടിന്യൂസ് എവരിവെയർ. എക്സ് ഗ്രേറ്റർ ദാൻ 0 ഡെഫിനിഷൻ ഈസ് 1, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. സോ കണ്ടിന്യൂസ് എവരിവെയർ. അപ്പോൾ എക്സ് ലെസ് ദാൻ 0ക്കും എക്സ് ഗ്രേറ്റർ ദാൻ 0ക്കും കണ്ടിന്യൂറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈക്വൽ ടു 0 മാത്രമേ റിമൈൻ ചെയ്യുന്നുള്ളൂ. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ ലെഫ്റ്റ് ലിമിറ്റും വേണം റൈറ്റ് ലിമിറ്റും വേണം. കാരണം രണ്ട് സൈഡിലും രണ്ട് ഡിഫറെന്റ് ഡെഫിനിഷൻസ് ആണ് വന്നിരിക്കുന്നത്. സോ ലെഫ്റ്റ് സൈഡിലെ ഡെഫിനിഷൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ്സ് ഈക്വൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എന്ന് തന്നെ എഴുതാം. ബട്ട് വി റൈറ്റ് ദ ഡെഫിനിഷൻ ഓഫ് ദ ഫംഗ്ഷൻ ദാറ്റ് ഇസ് -1. സോ -1ന്റെ ലിമിറ്റിംഗ് വാല്യൂ -1 തന്നെയാണ്. അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് ഈസ് -1. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കണം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 0 പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ 0ന്റെ റൈറ്റ് സൈഡില്ല. 0ന്റെ റൈറ്റ് സൈഡിൽ ഡെഫിനിഷൻ 1 ആണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 0 ഓഫ് 1 ആയി. സോ ഈക്വൽ ടു 1 തന്നെയാണ്. അപ്പോൾ അവിടെ എൽ എച്ച് എലും ആർ എച്ച് എലും വ്യത്യസ്തമായ വാല്യൂസ് ആയി പോയി. ഒരിടത്ത് -1ഉം മറ്റിടത്ത് +1ഉമാണ്. സോ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് മീൻസ് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയി. ഈ ഒരൊറ്റ പോയിന്റേ ഉള്ളൂ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട്. സോ ദ ഹോൾ ഫംഗ്ഷൻ ഇസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഓൺലി എന്ന് കൺക്ലൂഡ് ചെയ്തോണം നിങ്ങൾ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 3 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3, -2x if -3 less than x less than 3 and 6x plus 2 if x greater than or equal to 3. മോഡുലസ് ഫംഗ്ഷൻ വന്നാൽ അത് റീഡെഫിനിഷൻ കൊടുത്ത് തന്നെ എഴുതണം. അപ്പോൾ ഫംഗ്ഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യണം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു അവിടെ എക്സ് ലെസ് ദാൻ -3 എന്നതിൽ എക്സിന്റെ വാല്യൂ ഉറപ്പായിട്ട് നെഗറ്റീവാണ്. ഈ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആണെന്ന് കെട്ടിക്കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -x നമുക്ക് എഴുതാം. സോ -x plus 3 എന്നായി ആ ഡെഫിനിഷൻ. മോഡുലസ് എക്സിന് പ്രസക്തി ഇല്ല. കാരണം രണ്ട് ഡെഫിനിഷൻസ് എടുക്കേണ്ട കാര്യവുമില്ല. എക്സിന്റെ വാല്യൂ ഉറപ്പായിട്ട് നെഗറ്റീവ് തന്നിട്ടുണ്ട്. സോ -x plus 3 ഇഫ് എക്സ് ലെസ് ദാൻ -3. -2x -3ക്കും +3ക്കും ഇടയ്ക്ക്. 6x plus 2 3ക്ക് മുകളിലും 3യിലും. ഇതാണ് ഡെഫിനിഷൻസ്. നമുക്ക് ഇന്റർവെൽസ് ആദ്യം എടുത്ത് അവിടെ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ആദ്യം പറയണം. എക്സ് ലെസ് ദാൻ -3ക്ക് ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ബീങ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. -3ക്കും +3ക്കും ഇടയ്ക്ക് ഉറപ്പായിട്ടും പോളിനോമിയൽ ഫംഗ്ഷൻ. കാര്യം -2x ആണ് കണ്ടിന്യൂസ്. എക്സ് ഗ്രേറ്റർ ദാൻ 3ക്ക് പോളിനോമിയൽ ഫംഗ്ഷൻ. സോ കണ്ടിന്യൂസ്. അപ്പോൾ അവിടെ എല്ലാം കണ്ടിന്യൂസ് ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ ബ്രേക്കിംഗ് പോയിന്റ്സ് രണ്ടെണ്ണമാണ് വന്നിരിക്കുന്നത്, -3യും 3യും. അപ്പോൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -3 ആദ്യം എടുക്കാം. ലെഫ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -3 മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഇസ് എക്സ്റ്റെൻഡിങ് ടു -3 തന്നെ കൊടുക്കാം. പക്ഷേ ഡെഫിനിഷൻ എഴുതണം -x plus 3. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു -3 there. So minus of -3 plus 3 that's equal to 6 ആയി. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് ഈസ് 6. റൈറ്റ് ലിമിറ്റ് എടുക്കാം. റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് -3 പ്ലസ് എഫ് ഓഫ് എക്സ്. എക്സ്റ്റെൻഡിങ് -3 എന്ന് കൊടുക്കാം. പക്ഷേ ഡെഫിനിഷൻ അവിടെ കൊടുക്കണം -2x. അതും 6 ആയി. എഫ് ഓഫ് -3 ആയപ്പോഴത്തേക്ക് -2x ആ ഡെഫിനിഷൻ വന്നേക്കുന്നത്. കാരണം അവിടെ -3ക്ക് വന്നിരിക്കുന്ന ഡെഫിനിഷൻ 2x ആ. -2x അല്ലേ. സോ -2 of -3 is equal to 6. അപ്പോൾ LHL equal to RHL is equal to -3. So f of x is continuous at x is equal to -3. ഇനി at x is equal to 3 LHL എന്ന് പറയുന്നത് 3 മൈനസ് അവിടെ ഡെഫിനിഷൻ -2x. സോ -2 into 3 -6 ആയി. RHL 3 പ്ലസ് ആയപ്പോൾ 6x plus 2 കൊടുക്കേണ്ടത്. ദാറ്റ് ഇസ് 18 plus 2 20 ആയിപ്പോയി. അവിടെ LHലും RHലും ഡിഫറെൻ്റ് ആണ്. സോ ദെയർഫോർ എഫ് ഓഫ് എക്സ് ഇസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3. ആ ഒരൊറ്റ പോയിന്റേ ഉള്ളൂ ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. ഇനി ചിലപ്പോൾ
ഒരു ഗ്രാഫ് തന്നിട്ടായിരിക്കും കണ്ടിന്യൂറ്റിയോ ഡിസ്കണ്ടിന്യൂറ്റി ചോദിക്കുക. ഗ്രാഫ് നോക്കിയാൽ എങ്ങനെ അറിയാൻ പറ്റും? ഇവിടെ അതല്ല ക്വസ്റ്റ്യൻ, ഞാൻ ഗ്രാഫ് ഇവിടെ തന്നേ ഉള്ളൂ. ഗ്രാഫ് നോക്കിയാൽ അറിയുന്നത് ആ ഫംഗ്ഷന്റെ ഗ്രാഫ് കണ്ട, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഗ്രാഫാണ് ആ റെഡ് ലൈനിൽ കാണുന്നത്. അത് എന്തായാലും ബ്രേക്ക് ഉണ്ട് അല്ലേ? വൺ എന്നുള്ള പോയിന്റിൽ ബ്രേക്ക് ഉണ്ട്. വൺ എന്നുള്ള പോയിന്റ് ഡെഫിനിഷൻ പോലും ഇല്ല, അതുകൊണ്ടാണ് ബബിൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫ്രം ദ ഗ്രാഫ് ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1. ഒരൊറ്റ പോയിന്റേ ഉള്ളൂ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട്, ബാക്കി എല്ലായിടത്തും ഗ്രാഫ് ഉണ്ട്, ബ്രേക്ക് ഇല്ലാതെ വരക്കാൻ പറ്റിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ തിയററ്റിക്കലി നോക്കണം. അപ്പോൾ ഇത് ഗ്രാഫ് സ്കെച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, ആ ഗ്രാഫ് സ്കെച്ച് ചെയ്തതിന് ശേഷം കണ്ടിന്യൂറ്റി രണ്ടും കൂടെ ചോദിച്ചിരിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഫംഗ്ഷന്റെ ഗ്രാഫ് വരുമ്പോൾ നോക്കി, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് ലൈനാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ എക്സ് മൈനസ് 2 സ്ട്രൈറ്റ് ലൈനാണ്. രണ്ട് സ്ട്രൈറ്റ് ലൈൻസിന്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ അത് ലൈൻ പാസ് ചെയ്തു പോകുന്ന പോയിന്റ്സ് വേണം. അപ്പോൾ ആ പോയിന്റ് ഫസ്റ്റ് ലൈൻ്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എക്സും വൈയും രണ്ട് കോളത്തിനകത്തെടുത്ത് ആദ്യം എക്സിന് 0 ആദ്യം കൊടുക്കുന്നതാണ് റെഡിൽ കൊടുത്തേക്കണേ. ആദ്യം 0, എക്സിന് 0, വൈ ഈക്വൽ ടു 2. Then y is 0, x is equal to -2. So the points are 0, 2 and -2, 0. Second, x is equal to 0, y is equal to -2. y is equal to 0, x is equal to 2. ആദ്യം കൊടുക്കുന്ന വാല്യൂവിനെയാണ് റെഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പാസ് ചെയ്യുന്ന പോയിന്റ്സ് അറിയാം, രണ്ട് ലൈൻസും അങ്ങ് വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് ലെസ് ദാൻ 1 നിൽക്കാവൂ. അപ്പോൾ 1 കഴിഞ്ഞിട്ട് എക്സ് ഇസ് ഈക്വൽ 1 എന്നുള്ള പോയിന്റ് കഴിഞ്ഞിട്ട് ആ ഗ്രാഫ് പോകരുത്. രണ്ടാമതും എക്സിന്റെ വാല്യൂ 1 വലുതായിരിക്കണം, 1 താഴേക്ക് ഗ്രാഫ് പോകരുത്. അതുകൊണ്ടാണ് അവിടെ വെച്ച് നിർത്തിയിരിക്കുന്നത്. കണ്ടോ, എക്സ് ഈക്വൽ 1 എന്നുള്ള പോയിന്റിൽ വെച്ച് നിർത്തിയിരിക്കുന്നതിന് കാരണം അതുകൊണ്ടാണ്. ഇനി 1 ഡെഫിനിഷൻ ഉണ്ടോ? ഫംഗ്ഷന് ഡെഫിനിഷൻ ഇല്ല. സോ ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1. ഒരൊറ്റ പോയിന്റേ ഉള്ളൂ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട്, ബിക്കോസ് ദ ഫംഗ്ഷൻ ഹാസ് നോ ഡെഫിനിഷൻ ദെയർ. ഇനി ഇവിടെ ഇതേ ഫംഗ്ഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്, പക്ഷേ എക്സ് ഈക്വൽ 1 ഒരു ഡെഫിനിഷൻ കൂടെ കൊടുത്തിരിക്കുന്നു. എക്സ് ഈക്വൽ 1 എക്സ് മൈനസ് 2 ആ ഡെഫിനിഷൻ. അപ്പോഴും നമ്മൾ പഴയതുപോലെ തന്നെയാണ് ഗ്രാഫ് വരച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ നോക്കേ, ആ എക്സ് ഇസ് ഈക്വൽ ടു 1 ഡെഫിനിഷൻ താഴെയാണ് വന്നിരിക്കുന്നത്. അവിടെ ചെറിയ ഡാർക്കൺ ചെയ്തേക്കുന്നുണ്ടോ? അവിടെ താഴെയാണ് വന്നിരിക്കുന്നത്, മുകളിൽ എക്സ് ഈക്വൽ ടു 1 ഇല്ല. അവിടെ ശരിക്കും ബബിൾ വരേണ്ടതാണ്, വിട്ടുപോയതാണ്. ഇനി നമുക്ക് കണ്ടിന്യൂറ്റി നോക്കാം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ, ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ അറിയാം എക്സ് ഇസ് ഈക്വൽ 1 ഡിസ്കണ്ടിന്യൂസ് ആണ്, കാരണം ബ്രേക്ക് വന്നിരിക്കുന്നു. ബാക്കിയുള്ള എല്ലായിടത്തും കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു പോകും, പോളിനോമിയൽ ഫംഗ്ഷൻ ആയ കാരണത്താൽ രണ്ടിടത്തും കണ്ടിന്യൂസ്. എക്സ് ലെസ് ദാൻ 1 എക്സ് ഗ്രേറ്റർ ദാൻ 1 കണ്ടിന്യൂസ് ആണ്. ആ സെന്റൻസ് അവിടെ വായിച്ച് നോക്കി അതുപോലെ എഴുതണം. അറ്റ് എക്സ് ഇസ് ഈക്വൽ 1 ലെഫ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ഡൗൺ ഓഫ് എക്സ് പ്ലസ് 2, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 3. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ഡൗൺ ഓഫ് എക്സ് മൈനസ് 2, ദാറ്റ് ഇസ് 1 മൈനസ് 2 മൈനസ് 1. ദേ ആർ നോട്ട് ഈക്വൽ, മീൻസ് എഫ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഇത് ഗ്രാഫ് നോക്കിയാൽ, ചിലപ്പോൾ ഗ്രാഫ് ആയിരിക്കും തന്നിരിക്കുന്നത്, ഗ്രാഫ് നോക്കി എഴുതാൻ പറഞ്ഞ് വളരെ ഈസിയാണ്. ബ്രേക്ക് വന്നിരിക്കുന്ന പോയിന്റ്സിൽ ഡിസ്കണ്ടിന്യൂസ്, ബാക്കിയുള്ള എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും. ഇതാണ് മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി സോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ax plus 1 for x less than or equal to 3, bx plus 3 if x greater than 3 is continuous at x is equal to 3. അപ്പോൾ ഈ ഫംഗ്ഷൻ 3 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് എന്ന് തന്നിരിക്കുകയാണ്, പ്രൂവ് ചെയ്യാനൊന്നും അല്ല ചോദിച്ചിരിക്കുന്നത്, തന്നിരിക്കുകയാണ്. അങ്ങനെ 3 എന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുമെങ്കിൽ എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 3യിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അങ്ങ് എടുക്കും. സോ ഗിവൺ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എഫ് ഓഫ് 3യും ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് നമ്മുടെ കണ്ടീഷൻ ഉണ്ട്. സോ ലെഫ്റ്റ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 3 ഓഫ് എ എക്സ് പ്ലസ് 1 തന്നെയാണ് വന്നിരിക്കുന്നത്. 3a പ്ലസ് 1 എന്ന് വരും, കാരണം എക്സിന് 3 കൊടുത്താൽ മതിയല്ലോ. റൈറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 3 ഓഫ് ബി എക്സ് പ്ലസ് 3, കാരണം 3ക്ക് മുകളിലാണ്, അപ്പോൾ അവിടെ 3b പ്ലസ് 3 എന്ന് വന്നു. ഇത് രണ്ടും ഈക്വൽ ആണ്, ബിക്കോസ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3. സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3, LHL ഈസ് ഈക്വൽ ടു RHL. That is 3a plus 1 is equal to 3b plus 1. അതിനകത്ത് നമുക്ക് കിട്ടും a is equal to b plus 2/3. കാരണം 3 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്താൽ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ a is equal to b plus 2/3. That's a relation between a and b. Next question. For what value of lambda the function defined by f of x is equal to lambda into x square minus 2x for x less than or equal to 0, 4x plus 1 if x greater than 0, കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. ലാംഡയുടെ എന്ത് വാല്യൂലാണ് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നത് എന്ന് ചോദിച്ചിരിക്കുക. അതുപോലെ വാട്ട് അബൌട്ട് കണ്ടിന്യൂറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 വേണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 കണ്ടിന്യൂസ് ആകണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എഫ് ഓഫ് 0യും ഈക്വൽ ആകണം അല്ലേ. ലെഫ്റ്റ് ലിമിറ്റ് എടുക്കാം. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. ലെഫ്റ്റ് ലിമിറ്റ് വരുമ്പോൾ എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്,
ദാറ്റ്സ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 0 ഓഫ് അവിടെ 0 മൈനസ് എന്ന് പറയുമ്പോൾ ലാംഡ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ദ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. ലാംഡയിൽ എന്ത് വാല്യൂ ആയാലും 0 ആയി പൊക്കോളും. RHL is equal limit extending 0 plus f of x equal to limit extending to 0 of 2x plus 1 that is equal to 1. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 0യും റൈറ്റ് ലിമിറ്റ് 1ഉം വന്നിരിക്കുന്നു. അത് രണ്ടും ലാംഡ ഇല്ലാത്ത റിലേഷൻസുമാണ്. അപ്പോൾ ലാംഡേൻ്റെ വാല്യൂവിന് യാതൊരു റോളും ഇല്ല ഈ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും 0യും 1ഉം ആകുന്നതിന്. എന്ത് തന്നെ ലാംഡേൻ്റെ വാല്യൂ ആയാലും ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഒരിക്കലും ഈക്വൽ ആകില്ല. എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ലാംഡേൻ്റെ ഒരു വാല്യൂവിനും കണ്ടിന്യൂസ് ആകില്ല. ഫോർ നോ വാല്യൂ ഓഫ് ലാംഡ f is continuous at x is equal to 0. So the answer is for no value of lambda. രണ്ടാമത്തെ ഭാഗം നോക്കണം. At x is equal to 1, limit extending to 1 of 4x plus 1 is equal to 5 ആണ് അല്ലേ? കാരണം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എന്ന് പറയുമ്പോൾ ഒറ്റ ഡെഫിനിഷനേ ഉള്ളൂ, എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ പെടും. അപ്പോൾ 4x plus 1 ഈക്വൽ ടു 5. ആൻഡ് വാട്ട് ഈസ് എഫ് ഓഫ് 1? അവിടെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും വേണ്ട, കാരണം ഒറ്റ ഡെഫിനിഷനേ ഉള്ളൂ, ഈക്വൽ ടു 1 in. ആൻഡ് എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 4x plus 1 ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റിംഗ് വാല്യൂം എഫ് ഓഫ് 1ഉം ഈക്വൽ ആയി. ദാറ്റ് ഇസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ഓൺ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 1. ഹെൻസ് ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഇവിടെ ലാംഡയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. വാട്ട് എവർ ദ ലാംഡ മേ ബി, ദ ഫംഗ്ഷൻ വിൽ ബി കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ലാംഡയ്ക്ക് കൃത്യമായ വാല്യൂ എന്ത് തന്നെ ആയിക്കോട്ടെ, കാരണം ലാംഡ ഇതിനകത്ത് റോളേ ഇല്ല. എന്ത് തന്നെ ലാംഡയ്ക്ക് വാല്യൂ ആയാലും നമുക്ക് 4x plus 1 ഡെഫിനിഷനെ ആവശ്യം വരുന്നുള്ളൂ. സോ ദ ഫംഗ്ഷൻ വിൽ ബി കണ്ടിന്യൂസ്. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വർക്ക് രണ്ട് ഫംഗ്ഷൻസ് ആണ്. രണ്ട് ഫംഗ്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. ആദ്യത്തെ സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എഫ് ഓഫ് എക്സ്. എക്സ് ലെസ് ദാൻ 0ക്ക് അവിടെ ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 0 ഓഫ് സൈൻ എക്സ് ബൈ എക്സ്, ദാറ്റ് ഈസ് 1. ലെഫ്റ്റ് ലിമിറ്റ് ഈസ് 1. റൈറ്റ് ലിമിറ്റ് വരുമ്പോൾ 0 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 1, കാരണം എക്സ് പ്ലസ് 1 കിടക്കുക. സോ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി എഫ് ഓഫ് 1 എഫ് ഓഫ് 1ഉം എക്സ് പ്ലസ് 1 എക്സ് 0 കൊടുത്താൽ മതി. സോ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. എക്സ് ലെസ് ദാൻ 0ക്ക് ഒരിക്കലും ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആകില്ല, കാരണം സൈൻ എക്സ് ബൈ എക്സ് ഡിസ്കണ്ടിന്യൂസ് ആകുന്ന ഓൺലി അറ്റ് എക്സ് ഇസ് ഡിനോമിനേറ്റർ 0 ആകുമ്പോഴല്ലേ. എക്സ് ലെസ് ദാൻ 0ക്ക് അത് ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവില്ല. സൈൻ എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരിവെയർ. എക്സ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എവരിവെയർ. സോ സൈൻ എക്സ് ബൈ എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരിവെയർ ഫോർ എക്സ് ലെസ് ദാൻ 0. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു. എക്സ് പ്ലസ് 1ൽ ഗ്രേറ്റർ ദാൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻ, സോ കണ്ടിന്യൂസ്. അപ്പോൾ എക്സ് ലെസ് ദാൻ 0യിൽ കണ്ടിന്യൂസ്, എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ കണ്ടിന്യൂസ്, എക്സ് ഇസ് ഈക്വൽ ടു 0ക്കും കണ്ടിന്യൂസ്. സോ ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരിവെയർ. സോ നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് കൺക്ലൂഡ് ചെയ്യണം. രണ്ടാമത്തത് കെയിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ആകുമ്പോൾ അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് ലെറ്റ് ഈ ഗിവൺ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് 2. സോ ലെഫ്റ്റ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. LHL is equal to limit extending to 2 of k x square, that is 4k. Right limit എടുക്കുക. Right limit is 3 itself. So you can equate 4k with 3. K is equal to 4k is equal to 3 means k is equal to 3 by 4. So that is value of k. ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി വെച്ചാൽ മതി. ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നോട്ട് ബുക്കിനകത്ത് എഴുതിയാൽ മാത്രം മതി. റൈറ്റ്.